ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതില്ലേ എണ്ണയിലൊന്ന് മുക്കിപ്പൊരിക്കാണ്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കിടിലൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീട്ടിലെപ്പോൾ ചിക്കൻ വാങ്ങിയാലും ഇതുപോലെ കുറച്ച് പീസസ് എടുത്ത് വെക്കും കേട്ടോ. മക്കൾക്ക് എന്തെങ്കിലും പെട്ടെന്നെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കലാണ്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം കൂടിയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഫില്ലിംഗ് മാത്രം മതി നമുക്ക് എത്ര സ്നാക്സ് വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഇതേ സെയിം ഫില്ലിംഗ് യൂസ് ചെയ്തിട്ട് ചിക്കൻ റോളും സമൂസയും പിന്നെ സ്പ്രിംഗ് റോളും എല്ലാം ഉണ്ടാക്കലുണ്ട് കേട്ടോ. കിട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയിൽ നമ്മളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി നമ്മുടെ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനില്ലേ അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ഇതേ സെയിം പാനിലാണ് കേട്ടോ നമ്മുടെ മസാല ഉണ്ടാക്കുന്ന ആ സെയിം ഓയിലിൽ തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാളയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. സവാള നല്ല രീതിയിൽ വെന്തുടയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതില്ലേ 1/2 കപ്പ് പാലാണ് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ലേ നല്ല ക്രീമി ടെക്സ്ചറുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചീസ്, മയോണൈസ് അങ്ങനത്തെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഈ ഒരു 1/2 കപ്പ് പാല് മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച നമ്മുടെ ചിക്കനില്ലേ അതുകൂടി ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനില്ലേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്തത് കാശ്മീരി റെഡ് ചില്ലി ആണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രയെങ്കിലും നല്ല കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി യൂസ് ആക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീമി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിംഗ് മാത്രം മതി കേട്ടോ ഏത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടു. ഇനി നമുക്കിത് സാൻഡ്വിച്ച് ആക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ലേ. ഇത് അത്യാവശ്യം പഴയതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഈ ടോസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോസ്റ്ററിലേക്ക് ഞാൻ 2 പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ടോസ്റ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫ്രൈ പാനിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാം. ഞാനിത് ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട്. 1 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിംഗ് എല്ലാം ആഡ് ചെയ്തിട്ട് മറ്റൊരു പീസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഈ ബ്രെഡ് ഒന്ന് അപ്പുറത്തിപ്പുറത്തും മുരിച്ചിട്ടെടുത്താലും നമ്മൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ടൈമില്ലെങ്കിലേ ഇങ്ങനെ ബ്രെഡ് മുരിക്കാനും ടോസ്റ്റ് ചെയ്യാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. നമ്മുടെ സാധാ ബ്രെഡില്ലേ അതിൽ ഈ ഫില്ലിംഗ് ഇട്ടിട്ട് കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ നല്ല ഉള്ളിൽ നല്ല ക്രീമും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.